Okay, dears. Now you can start marking your attendance. Please mark the attendance. Okay, now then another thing we shall study. Yesterday I gave the lesson fourth lesson, no, fifth lesson's answers. Write it in your notebook. Again, you will have the exam of lesson number 5 on the. Yes, good morning. Today is Monday, Tuesday, Wednesday, Thursday evening. Understand? ഇന്നലെ നിങ്ങൾക്ക് ഒരു ആൻസർ തന്നില്ല. നമ്മുടെ എബിൻ ബിജു അറ്റൻഡൻസ് പ്രസന്റ് ചെയ്തിട്ടുണ്ട്. എവിടെ എബിനെ കാണുന്നില്ലല്ലോ? എബിൻ ബിജു ഏത് ചാപ്റ്ററിലേക്ക് എക്സാം? ഏത് ചാപ്റ്റർ എക്സാം? ആരെ ചോദിച്ചാലാരാണ്? ഹു ആസ്ക്ഡ്? ദേവാഞ്ജന. Our skeletal system. Fifth lesson. Yesterday we had the question exam of the fourth lesson. Fourth lesson is ഇന്നലെ നടത്തിയുള്ളൂ. ഇനി fifth lesson I gave the question answers later. Late ആയിട്ട് കിട്ടുന്നതുകൊണ്ട് നിങ്ങൾക്ക് പഠിക്കാൻ സമയം കിട്ടിയില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് skeletal system കുറിച്ചുള്ള Wednesday evening ആണ്, not Thursday. Thursday we have for 6th standard. ആരോടെ ഇനി ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ don't bother about anything behind you. പുറകിൽ എന്ത് സംഭവിച്ചാലും അത് നോക്കണ്ട. ആ പുറകിൽ നിൽക്കുന്ന കുഞ്ഞൻസ് എല്ലാം മാറിക്കേ. ആരാണ്? ആൻസൺ. ഓടിക്കോ, ഇല്ല വടി എടുത്തിട്ട് അങ്ങോട്ട് വരും മിസ്. ക്ലാസ്സിന്റെ സമയത്ത് ആരും ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല. പിപ്പിരി ഒക്കെ വെച്ചിട്ട് പുറകെ നിൽക്കും. എന്നിട്ട് അവൻ എപ്പോഴും തിരിഞ്ഞു നോക്കും, അല്ലടാ? Okay. See, so Wednesday evening by 7 o'clock you will have the exam of lesson 5, our skeletal system. Don't forget it. And ഞാൻ അറിഞ്ഞില്ല, ഞാൻ യൂട്യൂബ് ക്ലാസ്സിൽ ഞാൻ ക്ലാസ്സിൽ കയറിയില്ലായിരുന്നു. യൂട്യൂബ് ക്ലാസ് അറ്റൻഡ് ചെയ്തേ ഇതൊന്നുമില്ല. യൂട്യൂബ് ക്ലാസ് അറ്റൻഡ് ചെയ്തോ കൃത്യമായിട്ട് അറിയാം, ബിക്കോസ് ഇറ്റ് ഇസ് ഇൻ റെക്കോർഡിംഗ് മോഡ്, സോ ഇറ്റ് ഈസ് ഗിവൺ there. Okay, Ebin Biju, you should submit your exam paper by 10 o'clock. Understand? Okay. One second. മിസ്സേ ഹോംവർക്ക് തന്നിരുന്നു. വെയിറ്റ് എ സെക്കൻഡ്, ഞാൻ നിങ്ങളുടെ ഫോട്ടോ എടുത്തില്ലല്ലോ. ഇല്ലെങ്കിൽ ഇപ്പം ക്ലാസ് 5. സ്മൈൽ പ്ലീസ് ഓൾ ഓഫ് യു. നന്നായിട്ട് ചിരിക്കണേ. ആഷിനെ സ്മൈൽ. Ashin, smile please. Say nobody is smile. Devapriya, she is so seriously sitting. What happened? Smile please. I'm going to take your photo, Devapriya. Yes. നോക്കട്ടെ, ദേവപ്രിയ ഒന്നും ചിരിച്ചിട്ട് പോലും ഇല്ല. എന്താ ഭയങ്കര സീരിയസ് ആയിട്ടിരിക്കുന്നേ? Okay, what was the homework today? Yeah, this one I told you to do that. Skeleton അതല്ലേ? Yes. Have you done that? Have everybody done that? Want to do some parts of human skeletal system are incorrectly labeled. I asked you to label it correctly. No, Christina, it was homework, it is not the class work. Have you completed? Yes, then. All of you soon after the class take the photo and send to me. Understand? And don't wait for me to call label the diagram. ഇപ്പൊ തന്നെ ക്ലാസ് കഴിയുന്ന പാടെ ഇതിന്റെ ഫോട്ടോ എടുത്തിട്ട് തരണം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് അതിലെ തിങ്ക് ആൻഡ് ആൻസർ എന്നുള്ള എഫ് ഓപ്ഷൻ നോ നീഡ് ടു റൈറ്റ്. അത് എഴുതണ്ട, അതുകൊണ്ട് ഞാൻ തന്നിട്ടില്ല. We shall study the new lesson, our nervous system. So skeletal system is over. Next, nervous system. What is nervous? Nervous പറഞ്ഞാൽ എന്താണ്? Who knows the meaning of nervous? ആർക്കെങ്കിലും ഉണ്ടോ nervous? കൃപയ്ക്കുണ്ട് പോലും എന്ന് കാണിക്കുന്നു. Alan Saj also is having. Hello, Shamil, please pen down. ഞരമ്പ്. Okay. Alan Sajന് സൗണ്ട് ഇല്ലായിരുന്നു കഴിഞ്ഞ ദിവസം, ഞാൻ നോട്ടീസ് ചെയ്ത. അത്ര സൗണ്ട് ഉള്ളോ? ഫോണിന് കംപ്ലൈന്റ് ആണോ അറിയോ? Before you were talking loudly, I could hear clearly earlier, but now last day also it was not so clear. Okay, dears. Nervous means
ഞരമ്പ് അല്ലെങ്കിൽ നരാലു നരമ്പോ അങ്ങനെ നിങ്ങൾ പറയില്ല, ഞരമ്പ് കയ്യിലും ഇതിലൊക്കെ ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ നടക്കുന്നത്. സോ വി ഷാൽ സ്റ്റഡി nervous system. How many sense organs are there, Ashin? Only Ashin has to answer. Ashin, please. How many sense organs are there? 5. 5. Which are they? ആഷിനുള്ള സെൻസ് ഓർഗൻസിന്റെ പേര് പറ. അയലൊക്കാരൊന്നും പറയണ്ട, ആഷിനുണ്ടെങ്കിൽ മാത്രം പറഞ്ഞാൽ മതി. പറഞ്ഞു സെൻസ് ഓർഗൻസ് ഏതൊക്കെയാണ്? സ്വന്തമായിട്ട് ഒന്നും ഇല്ലാന്ന് തോന്നുന്നു, ആലോചിക്കുകയാണ്. ഓക്കെ, അലിനെക്കുട്ടി അല്ല, ആഷിന് സ്വന്തമായിട്ട് സെൻസ് ഓർഗൻ ഒന്നുമില്ല, അയലൊക്കാരുടെ വേണ്ടാന്ന് ഞാൻ പറഞ്ഞു. ഓക്കെ അലിന, ഹൗ മെനി സെൻസ് ഓർഗൻസ് യു ഹാവ്? വിച്ച് ആർ ദോസ്? ബ്രെയിൻ സെൻസ് ഓർഗൻ ആണ്. ഓക്കെ, അല്ലെങ്കിൽ ആകെയുള്ള സെൻസ് ഓർഗൻ ബ്രെയിൻ ആണ്. ഓക്കെ, വേണ്ട അയലോക്കാരുടെ വേണ്ട. ആൻഡ്രോസ് പ്രിൻസ്. ഹാർട്ടോ? Who answered? Only Andros has to answer now. Andros, വേഗം അൺമ്യൂട്ട് ചെയ്യാൻ സമയമില്ല. We should not waste time. സ്കല്ല്. ഒരാൾക്ക് ബ്രെയിൻ, ഒരാൾക്ക് സ്കല്ല്. ഓക്കെ ടീച്ചർ, പേജ് നമ്പർ. പേജ് നമ്പർ. നമ്മൾ ന്യൂ ലെസൺ സ്റ്റാർട്ടഡ്, നെർവസ് സിസ്റ്റം. 5th lesson. Sorry, 6th lesson. 6th. Okay. Another thing, Federin, ഞാൻ ഇപ്പോൾ ഓർക്കുമ്പോൾ തന്നെ പറയാണ്. When will you send the paper? Answer sheets? By 10 o'clock you should send. Okay, Federin? Did you hear, Federin? Yeah, yes. Okay. നെക്സ്റ്റ് ഇവിടെ ആരോടായിരുന്നു ചോദിച്ചോണ്ടിരുന്ന ആളാരായിരുന്നു? ആൻഡ്രോസിന്റെ സ്കല്ല് അല്ലേ? ഓക്കെ. അബ്ദുൽ ബാസിത്ത്. ഇവർക്കൊക്കെ ഓരോരുത്തർക്കും ഓരോന്നൊക്കെ സ്വന്തമായിട്ടുണ്ട്. അല്ല, അവിടെ ആൾക്കാരുടെ ആർക്കും ഒന്നുമില്ലാത്തവരായിരുന്നു ആഷിന് അല്ലേ? ഓക്കെ, അബ്ദുൽ ബാസിത്ത്, ഹൗ മെനി സെൻസ് ഓർഗൻസ് ഡു യു ഹാവ് ആൻഡ് വിച്ച് ആർ ദോസ്? അവനും ഒന്നുമില്ല, അയലക്കത്ത് പോകാൻ തോന്നുന്നു. ഷമീല, വാട്ട് അബൌട്ട് യു? പുസ്തകത്തിലൊന്നും ഇല്ല. നിങ്ങൾ അവിടെ പേജ് കുറയൊന്നും തിരിച്ചു മറിച്ച് നോക്കണ്ട. ഇത് LKG പഠിക്കുന്ന കാര്യമാണ്. ഞാൻ എല്ലാത്തിനും ഞാൻ നോക്കുവാണ്. ഇവിടെ ഈ സെൻസ് ഓർഗൻ ഇല്ലാത്തവരെല്ലാം LKG കൊണ്ടുണ്ടല്ലോ. അടുത്ത ക്ലാസ് LKG കൊണ്ട്. അപ്പൊ അവിടെ കയറിക്കോ കേട്ടോ. ഓക്കെ, ഷംബിൽ ഫാസ്റ്റ്. Unmute and answer, then only I can hear. Brain. Cord. Nervous. Brain is skull. Brain is spinal cord. Nervous. Okay, Kristi Kutta. ഉണ്ടോ വല്ലോ സെൻസ് ഓർഗൻ ഉണ്ടോ? Heart, brain, nervous, skull. ഓക്കെ, അവന് കുറെ ഉണ്ട്. ഇനി പറയണ്ട, ഒത്തിരി പറഞ്ഞത് ഒത്തിരി ആയി പോകും. ഓക്കെ, നെക്സ്റ്റ് സിനാൻ. ഇവരെല്ലാം പൊതി വിടും. അത്ര സെൻസ് ഓർഗൻ ഉണ്ടെന്ന് പറഞ്ഞാൽ. സിനാൻ, വാട്ട് അബൌട്ട് യു? ഹൗ മെനി സെൻസ് ഓർഗൻസ് ആർ ദേർ? Fastly, I need the answer fastly, not after half an hour. Do you have any sense organ? ഒന്നുമില്ല ഇല്ലേ? Do you have? Then answer. Shafi? Brain, spinal cord, nervous. Spinal cord, brain. Okay. Shafi Kutti, what about you? Shafi's brain. Skin, eyes, nose, mouth, ear. അവക്ക് ഹാർട്ടും ലങ്സും പിന്നെ ബ്രെയിനും ഒന്നും ഇല്ല ഷെഫിക്ക്. ഓക്കെ, വാട്ട് അബൌട്ട് യു സെബ? കേറിയിട്ടുണ്ടോ എന്നാ? ഇല്ല. സെബ, can you hear? സെബ, yes, then answer me. Nihal is there. Okay. Wait. Seba Kutti.
heart, kidney, brain. Okay, okay. നമ്മുടെ സെബയ്ക്ക് ബ്രെയിൻ ഉണ്ട്. ഓക്കെ, ശരി, ഗുഡ്, മനസ്സിലായി. അദ്വൈത് കമൽ. We have 5 senses: ear, nose, skin, tongue. Please repeat once again. Ear, eye, nose, skin, Ah. tongue. ഓക്കെ, ഇവിടെ ആർക്കാ ഷെഫിക്ക് കമ്പനി ആയിട്ട് ബ്രെയിൻ ഇല്ല, ലങ്സ് ഇല്ല, ഹാർട്ട് ഇല്ല, സ്കള്ളില്ല, അങ്ങനെ ഒരാള്. ഓക്കെ, നെക്സ്റ്റ് നിഹാൽ. വാട്ട് അബൌട്ട് യുവർ Brain, spinal cord, nervous, skull. നിഹാലെ അച്ഛൻ എന്താ പണിയെന്ന് പറഞ്ഞേ? വാട്ട്സ് യുവർ ഫാദേഴ്സ് ജോബ്? PSC കോച്ചർ അല്ലേ? Yes. PSC കോച്ചർ. ഫാദർ ഉണ്ടോ അവിടെ? അതെ, പോയാ? ഓക്കെ, ഈ പറഞ്ഞ സെൻസ് ഓർഗൻസിന്റെ പേരൊക്കെ ഫാദറിനോട് പറഞ്ഞു കേൾപ്പിക്കണേ. ഓക്കെ, ദേവപ്രിയ, വാട്ട് അബൌട്ട് യു? Spinal cord, brain. Spinal cord, brain. That's all. Okay, സിനാന പറഞ്ഞല്ലായിരുന്നോ? ആദിദേവ്? Kidney. കിഡ്നി. ഇതാരും പറയാത്തൊരു സാധനം കേട്ടോ, കിഡ്നി. ഓക്കെ. Skull. ഓക്കെ, നെക്സ്റ്റ്. Brain, spinal cord. എല്ലാരും പറയുന്ന ബ്രെയിനും സ്കല്ലും ഒക്കെ പറഞ്ഞ. ഓക്കെ, ഗുഡ്. That's all. അത്രേ ഉള്ളൂ. അലൻ സാജ്, വാട്ട് അബൌട്ട് യു? Eye, ear, nose, tongue, and skin. ഓക്കെ, ഇവന് ഇവിടെ സ്കല്ലും ബ്രെയിനും ഒന്നുമില്ല, കിഡ്നി ഒന്നുമില്ല. ഓക്കെ, മെഹബൂബ, വാട്ട് അബൌട്ട് യു മൈ ഡിയർ? Fastly, no time to waste. Mehabusa is not unmuting. Aaron Gajit. Skull. Skull. Backbone. Backbone. Rabbit cage. Spinal cord. Shuttle. ഓക്കെ. ഇനി എനിക്ക് വേണ്ട, ഇനി എല്ലാരോടും ചോദിക്കാൻ ഇപ്പൊ സമയമില്ല. നമ്മുടെ സമയം ഇപ്പം പകുതി മുക്കാലും കഴിഞ്ഞു. ഇവിടെ സ്പൈനൽ കോഡും ബ്രെയിനും കിഡ്നിയും ഒക്കെ ആയിട്ട്. കൃപ, can you answer clearly? How many sense organs are there? Nervous, skull, brain, spinal cord, lungs. Spinal, not a spinal cord ആണ്. Spinal എന്നല്ല pronounce ചെയ്യുന്നത്, spinal cord. Okay. Basit. Brain, skull, ears, heart. Devanjana, what about you? നിന്റെ സെൻസ് ഓർഗൻസ് ഏതൊക്കെയാന്ന് നോക്കട്ടെ. Liver, brain, ear, tongue, heart, nervous, eye, nose, teeth, mouth, lip, backbone, spinal cord. അല്ല, ഇതിപ്പോ എവിടത്തെ ഇതെല്ലാം കൂടെ പറഞ്ഞ എവിടെയോ നോക്കി പറഞ്ഞാണല്ലോ. ഈ ടെക്സ്റ്റ് ബുക്കിനകത്ത് അങ്ങനത്തെ സംഭവങ്ങളൊന്നും കണ്ടില്ലല്ലോ. ഓർ ഹാവ് യു കെപ്റ്റ് എനി ബോഡി പാർട്സ് ചാർട്ട്? ലിവർ പുതിയതായിട്ട് വന്നേക്കോ കേട്ടോ. കിഡ്നി ഒരാളെ പറഞ്ഞുള്ളൂ, ലിവർ ഒരാളെ പറഞ്ഞുള്ളൂ. ഓക്കെ, എബിൻ ബിജു. ഓക്കെ, when will you attend the exam? You should submit the paper by 10 o'clock. Okay, Ebim Biju and Fredrin, both of you have to submit the paper by 10 o'clock. And another thing, let me ask, see on Friday who were absent in any classes and those who have not submitted the leave letter or informed the teachers, please raise the hand.
കഴിഞ്ഞ ദിവസത്തെ ഏതെങ്കിലും ക്ലാസ്സിൽ ആബ്സെന്റ് ആയിട്ട്, അതായത് സാറ്റർഡേയിലെ ക്ലാസ്സിൽ ഏതെങ്കിലും ഒരു ക്ലാസ്സിൽ ഏതെങ്കിലും സബ്ജക്റ്റിന്റെ ക്ലാസ്സിൽ ആബ്സെന്റ് ആയിട്ട് ഇൻഫോം ചെയ്യുകയോ ലീവ് ലെറ്റർ കൊടുക്കുകയോ ചെയ്യാത്ത കുട്ടികൾ ആരൊക്കെയാണ്? വേഗം പറ. ഒരു മിനിറ്റ്, അറ്റൻഡൻസ് നിർത്തോട്ടെ. Today, did you mark your attendance? Abdul Basit. Did you Abdul Basit, please raise the hand. Okay. Did you inform the teacher? Subject teacher inform ചെയ്തായിരുന്നോ? Yes. Okay. Next. Sarah Rose, did you inform her? Sarah Kuti absent ആയിരുന്ന കഴിഞ്ഞ ദിവസം? Yes. Yes. Did you inform the teacher? Yes. Yes. Next. Ebim Biju. Did you inform the teacher, Ebim? Ebim is tough, I think. Next, Nihal. Sorry. Kruba Maria. Sorry, Maria. Kruba Mary was absent in one class. Informed her. India Kruba Kuti, please. Yes. Yes, okay. Kajal Chauhan. Kajal ഇന്ന് absent ആണല്ലേ? കാജലിന് ഇങ്ങനെ ഒരു പരിപാടിയാണ്. ഓക്കെ. ശ്രീദേവ് കൃഷ്ണ. ശ്രീദേവിന് കയറിയിട്ടില്ലേ? മുമ്പ് കണ്ടായിരുന്നല്ലോ എവിടെയോ. ഓക്കെ. Did you inform? Yes. Yes, okay. ഇനി ആരാണ് ഇവിടെ വരാൻ പോകുന്നത്? കൃഷിക്കൂട്ടനല്ലേ? കൃഷി പറഞ്ഞല്ലേ? ഇനി ആരാ ബാക്കിയുള്ള? ആഗ്നസ് എവിടെ? വേറെ ആഗ്നസ്? Eyes. Ears. Nose. Skin. Tongue. So today, what about you? For no kidney, no liver, no skull, no brain. Stomach. Large intestine, small intestine. Stomach. Stomach, large intestine, small intestine. പുതിയ ആൾക്കാർ വന്നു. പിന്നെ ഇനി ആരാ പറയാനുള്ള ആള്? Fedrin. Okay, Fedrin, please can you unmute and answer the sense organs? Backbone, high grade, shoulders. പുള്ളി കഴിഞ്ഞ ലെസണിലാണ് ഉള്ളതെന്ന് തോന്നുന്നു. 4th ലെസണിലാണ്. ഓക്കെ മനസ്സിലായി. Eyes, ears. Enough, my dear. Okay. ശ്രീദേവ് പറഞ്ഞായിരുന്നോ? Brain, spinal cord, nervous, cerebrum. Cerebellum മിഡിലാവില്ല. ഓക്കെ. നെക്സ്റ്റ് സൂര്യദേവ് പറഞ്ഞായിരുന്നോ? യെസ്. Who didn't say? 235 അതൊക്കെ അവിടെ നിൽക്കട്ടെ. 235 335 ഉണ്ട് നമുക്ക്. അത് ആരാ? ആൻഡ്രോസ് എന്നാണോ വന്നേക്കുന്ന മെസ്സേജ്? ഓക്കെ. My sense organs are, I will tell you. My sense organs are, I have 5 sense organs. I have 5 sense organs. Which are those? Eyes, nose, tongue. വരുന്നില്ല. TONGU. Nose, skin, ear, and tongue.
I thought today I can finish up the lessons, but നിങ്ങളുടെ സെൻസ് ഓർഗൻസ് കേട്ടപ്പോഴേക്കും തന്നെ എനിക്ക് പേടിയാകാൻ തുടങ്ങി. ഈ പരുവത്തിലാണെങ്കിൽ എങ്ങനെയാവും? Okay, these are my sense organs, and some are having kidney, brain, skull, stomach, large intestine, small intestine, പിന്നെ എന്താ liver. These are our organs. Of course, these are very delicate organs and internal organs, but these are not sense organs. We all have 5 sense organs, and the sense organs are eyes, nose, skin, ear, and tongue. Sense organs are the organs that help us to find what is around us. Understand? Sense organs are the organs that helps us to find what is around us. നമ്മുടെ ചുറ്റും എന്താണ് എന്ന് നമ്മളെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന നമ്മുടെ ഓർഗൻസ് ആണ്, അവയവങ്ങളാണ് സെൻസ് ഓർഗൻസ് എന്ന് പറയുന്നത്. Those are 5: eyes, nose, skin, ear, tongue. And the duties of these organs are eyes, to see and find out what are around us. നമ്മൾ ഇങ്ങനെ ചുറ്റും നോക്കുമ്പോൾ നമുക്കറിയാം എന്താണ് നമ്മുടെ മുന്നിലുള്ളതെന്ന്, അല്ലേ? Okay, so eyes will help us to see the things and to find out what is that. Second one is nose. Nose will help us to smell the things and to find out. Now suppose you are sitting in your study room and your mother is making chicken curry. Without going to kitchen, you will come to know that mother is cooking chicken curry or biryani or nechor or any special dishes. How your nose will help you to catch the smell of that food, delicious food, and then you can identify. ഇപ്പൊ നിങ്ങൾ റൂമിൽ ഇരുന്നാലും അമ്മ അടുക്കള കുക്ക് ചെയ്യുന്ന ഫുഡിന്റെ ഏകദേശം നെയ്ച്ചോറിന്റെ ഒക്കെ സ്മെല്ല് വരും, അല്ലെ? ബിരിയാണി, ചിക്കൻ കറി ഒക്കെ വെച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും, അല്ലെ? Okay, so nose will help us to find the things. Next, skin. Skin എന്ന് പറയുമ്പോൾ yes. Yes, tell me who has unmuted and something said. Don't unmute unnecessarily if it is understand. If it is not necessary, don't unmute. Okay, next one is skin. Skin will help us. If anything touches in our body, it will help us to find out something has touched. Suppose I will tell you, if you have touched fire. ഫയർ ടച്ച് ചെയ്തു എന്ന് വിചാരിക്കുക, തീയിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിൽ എവിടെ കൈ കൊണ്ടാണെങ്കിലും നമ്മൾ തൊട്ട് കഴിയുമ്പോൾ പെട്ടെന്ന് നമ്മൾ കൈ അറിയാതെ പിൻവലിച്ചിരിക്കും. കാരണം വി ആർ ഷുവർ ദാറ്റ് വി ഹാവ് ടച്ച്ഡ്. നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. അല്ലെങ്കിൽ എന്തായേനെ, മൊത്തം പൊള്ളി പോയേനെ, അല്ലേ? ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് ഇയർ. ഇയർ വിൽ ഹെൽപ്പ് us to find out, hear the voice and to find out. Now suppose there is a dog in front of your house and you are sitting, and if you are sitting inside and a dog outside, it is barking, you can understand that is a dog. It is not a cat, it is a dog. Or if your father or mother calls you, you are somewhere else inside the room or somewhere else, if they call, you can identify that is my father's sound or that is my mother's sound or brother's sound, like that way. So by hearing the sound, we can identify the person or what is that. Sometimes it may be animal sound. അങ്ങനെ എന്തെങ്കിലും സൗണ്ട് ഒക്കെ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂലേ? സോ ഇയർ വിൽ ഹെൽപ്പ് us to find out that. Next one, tongue. How does tongue will help us? Tongue will help us to find the taste. സോ നമുക്ക് എന്തെങ്കിലും സാധനം ഇത് എന്താണെന്ന് അറിയത്തില്ല, മനസ്സിലാകുന്നില്ല, അപ്പൊ നമ്മളത് രുചിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, അല്ലെ? ഇതൊരു നെല്ലിക്കായാണോ, അതൊരു നാരങ്ങയാണോ, അതൊരു ആപ്പിളാണോ, ഓറഞ്ച് ആണോ? സോ ബൈ ഗെറ്റിംഗ് or by tasting we can understand. So tongue will help us to taste. So these are the sense organs. ഇവിടെ സ്കള്ളും ബ്രെയിന്, മെഡുല വരെ പറഞ്ഞു. മെഡുല അല്ല, മറ്റെന്തായിരുന്നു പറഞ്ഞത്? മെഡുല പറഞ്ഞില്ല, അതിനും വേറെ ഏതോ ഓർഗനാ പറഞ്ഞത്. നമ്മള് സെറിബ്രം, അല്ലെ? സെറിബ്രം ഒക്കെ പറഞ്ഞു, കിഡ്നി, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, ദീസ് ആർ നോട്ട് സെൻസ് ഓർഗൻസ്. So now we are in 5th standard. Hereafter, don't make any mistakes. Other day, when I asked second standard students, they have a lesson, Tommy's 5 senses. So students, those who studying in 2nd standard are very sure about their sense organs. And 5th standard students, it is very shameful.
Hereafter never should make mistakes, okay? Any mistake ആക്കല്ല കേട്ടോ. കാരണം സെൻസ് ഓർഗൻസ് ചോദിച്ചാൽ നമ്മുടെ കിഡ്നി ഒന്നും അല്ല. They are very delicate organs, but those are not the sense organs. Sense organ അല്ല. പക്ഷെ sense organs are these 5, which are those eyes, nose, tongue, skin, and ear. Okay. So next in this lesson we shall study about the nervous system. Do you feel excited when your school team is about to win? Now I will ask you, if you hear that there is a competition of the school and you have attended the competition, or now for example, other example I will tell you, you are in one house, you are belonging to one house, some are in yellow house, some are in blueberry, some are in another house name matter, yellow, blue, and Rose. rose. Red rose. Rose, okay. So you are belonging to any of these houses, and there are okay. See, in this so now there are different kinds of competitions are going on in our class school, isn't it? Okay, finally you will get some points and all. So when we declare the result, you will be waiting to hear the result. And if you are hearing that your house have won the result, or have won scored the greater point, how you will feel? Huh? If you hear that your house is scored the highest point, how you will feel? You will be very happy, isn't it? So result announce ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഹൗസിനാണ് ഏറ്റവും കൂടുതൽ പോയിന്റ് എന്ന് അറിയുമ്പോഴത്തേനും എന്താണ് എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ ഭയങ്കര എക്സ്പ്രഷൻ ആയിരിക്കും അല്ലേ? Okay. And if the house which is having least point, means less point, how you will feel? Oh, അയ്യോ നമ്മുടെ ഹൗസിനാണോ ഏറ്റവും കുറവ് പോയിന്റ്. അങ്ങനെ അല്ലേ, നമുക്കിങ്ങനെ ഓരോ കാര്യങ്ങൾ അറിയാനുള്ള ആകാംക്ഷ. സോ ഇതൊക്കെ എങ്ങനെ സംഭവിക്കുന്നത്? ഇറ്റ് ഈസ് ബിക്കോസ് അവർ നെർവസ് ഫങ്ഷൻസ് പ്രോപ്പർലി. ഓട്ടോമാറ്റിക്കലി ഹാപ്പിനെസ്, സാഡ്നെസ്, if you hear any sad news, you will feel sad. These all feelings and all, it is caused by the sense organs or our nervous system. Then the brain, the spinal cord, and the nervous form the nervous system. Please underline that word. Which are the organs that help us to form the nervous system? First one is brain, second one is spinal cord, and third one is nervous system. We have studied about spinal cord. Where is spinal cord? Is it in the heart? Where is spinal cord? In the previous lesson we have studied. Where is spinal cord? Is it in the lungs? Or is it in the blood? Then where is it? Spinal cord എവിടെയാണ്? Nobody knows. ദൈവമേ, ഇത്രയും പഠിച്ചിട്ട് സ്പൈനൽ കോഡിനെ കുറിച്ച് അത്രയും പഠിച്ചിട്ട് ഈ ഓർമ്മ അല്ലേ നമ്മുടെ ബാക്ക് ബോണിലാണ്. എന്നിട്ട് നമ്മൾ പഠിച്ചല്ലേ സ്പൈനൽ കോഡ് ഈസ് പ്രൊട്ടക്റ്റഡ് ബൈ വെർട്ടിബ്ര എന്നൊക്കെ പഠിച്ചല്ലേ? എന്തോ പിന്നെ നിങ്ങൾ ഇങ്ങനെ പഠിക്കുന്നത് പോലെ എന്തോ പിന്നെ നിങ്ങൾ ചെയ്യുന്ന ക്ലാസ്സിൽ ഒന്നും വായിക്കുന്നില്ല എന്നുള്ളതാണ് അല്ലെ? ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ you will keep the book aside. That's what. So brain, spinal cord, and the nervous form the nervous system. Our nervous system controls all other systems of our body. So you have to underline that brain, spinal cord, and nervous system. Also, which organ system controls the all other systems of our body? Our nervous system. നമ്മുടെ nervous system ആണ് നമ്മുടെ ബോഡിയുടെ മറ്റെല്ലാ സിസ്റ്റത്തെയും കൺട്രോൾ ചെയ്യുന്നത്. ഫസ്റ്റ് വൺ ഈസ് ബ്രെയിൻ. ബ്രെയിൻ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ സ്കല്ലിനെ കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. ബ്രെയിൻ ഈസ് പ്രൊട്ടക്റ്റഡ് ബൈ സ്കൽ. ആൻഡ് വളരെ ഡെലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഓർഗൻ ആണ് ബ്രെയിൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ പഠിച്ചു ദ ബോൺസ് ഇൻ ദ സ്കൽ ആർ നോട്ട് മൂവബിൾ.
ഒന്നും മൂവ് ചെയ്യുന്നതല്ല, ഇന്റർലോക്ഡ് ആണെന്നൊക്കെ നമ്മൾ പഠിച്ചായിരുന്നു, ഓർമ്മയുണ്ടത്? ഇന്റർലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന പോലെയാണ് എന്നൊക്കെ ഞാൻ പറഞ്ഞത് ഓർമ്മയില്ലേ? കാരണം ഒരു തരത്തിലുള്ള മൂവ്മെന്റും നമ്മുടെ ബ്രെയിനിനെ അഫക്ട് ചെയ്യാൻ പാടില്ല. ദാറ്റ്സ് വാട്ട്. ബ്രെയിൻ ഈസ് ദ കൺട്രോൾ സെന്റർ ഓഫ് ദ ഹ്യൂമൻ ബോഡി. സോ നമ്മള് മാത്സിൽ, സോറി, കമ്പ്യൂട്ടറിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. വാട്ട് ഈസ് ദ ബ്രെയിൻ ഓഫ് എ കമ്പ്യൂട്ടർ? What is the brain of computer? CPU, central processing unit, isn't it? Like that way. മിസ്സേ കേൾക്കുന്നില്ല. മിസ്സേ കേൾക്കുന്നില്ല. 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 മിസ്സേ കേൾക്കുന്നില്ല. മിസ്സേ കേൾക്കുന്നില്ല. കേൾക്കുന്നില്ല മിസ്. മിസ് കേൾക്കുന്നില്ല. മിസ് കേൾക്കുന്നില്ല. മിസ് നോട്ട് ഹിയർ. നോ മിസ് കേൾക്കുന്നില്ല. കേൾക്കുന്നില്ല മിസ്സേ. മിസ്സേ കേൾക്കുന്നില്ല. മിസ്സേ കേൾക്കുന്നില്ല.